ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സ്പെക്ട്രം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട് ബുക്ക്. അപ്പോൾ ഈ ബുക്ക് എന്താണ്, എങ്ങനെയാണ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അത് വളരെ വിശദമായിട്ട് ബുക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും നമ്മൾ. അപ്പോൾ 2 വോളിയമാണ് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. 2100-ലധികം പേജസ് ഉണ്ട്. അതുകൊണ്ട് 2 വോളിയമായിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്നത്. ഇനി ഇതിൻ്റെ കോംപ്രിഹെൻസീവിനെ കുറിച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കാം, പുസ്തകം എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും കോംപ്രിഹെൻസീവാണ്. നിങ്ങളൊരു തവണ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ ഒന്ന് മേടിച്ച് നോക്കുക. ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ടാകത്തില്ല, ഒരു 11-ാം തീയതിയൊക്കെ ആവും എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ പ്രീ ഓർഡർ ചെയ്ത ആൾക്കാർക്ക് തന്നെ. അപ്പോൾ അടുത്ത് വരുന്ന ഓർഡറുകളൊന്ന് സ്ലോ ആയിട്ട് ചെയ്യുക. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇൻക്രീസിങ് ഡിമാൻഡിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമുക്കിതിൻ്റെ കണ്ടൻസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. കണ്ടൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സംശയം ഉണ്ടായിരിക്കും, ഒന്നാമത്തെ വോളിയത്തിൽ എന്തൊക്കെയാണുള്ളത്, രണ്ടാമത്തെ വോളിയത്തിൽ എന്തൊക്കെയാണുള്ള കാര്യത്തിൽ. അപ്പോൾ ഒന്നാമത്തെ വോളിയത്തിലും രണ്ടാമത്തെ വോളിയത്തിലും പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ വോളിയം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 1134 പേജുകളാണ് ഫസ്റ്റ് വോളിയത്തിലുള്ളത് കേട്ടോ. ഫസ്റ്റ് വോളിയം തുടങ്ങുന്നത് തന്നെ നമുക്ക് ഇത് പ്രധാനമായിട്ട് ഇംഗ്ലീഷിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇംഗ്ലീഷിൻ്റെ 15 മൊഡ്യൂൾസ്, അതുപോലെ GKയുടെ 8 മൊഡ്യൂൾസ് അതിൽ കവറാവുന്നുണ്ട്. മെൻ്റൽ എബിലിറ്റിയുടെ 12 മൊഡ്യൂൾസ് കവറാവുന്നുണ്ട്. കോപ്പറേഷൻ്റെ 5 മൊഡ്യൂൾസ്, കോപ്പറേറ്റീവ് ലോയുമായിട്ട് ബന്ധപ്പെടുത്തി 10 മൊഡ്യൂൾസ് കവറാവുന്നുണ്ട്. അക്കൗണ്ടിങ് ആൻഡ് ബാങ്കിങ് അല്ലേ, അത് രണ്ടും, ഒന്ന് 4 മൊഡ്യൂൾസും ഒന്ന് 10 മൊഡ്യൂൾസും. ഇത്രയാണ് കവറാവുന്ന 1132 പേജോട് കൂടി. അപ്പോൾ ഈ റാങ്ക് ഫെയിൽ എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതായത് കോഴ്സ് ഫസ്റ്റ് വോളിയം കൂടി നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ കോഴ്സിൻ്റെ കംപ്ലീഷൻ അത് സാരമായി ബാധിക്കും. അപ്പോൾ മാത്രമല്ല ഇതിൻ്റെ സിലബസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ CSEB എങ്ങനെയാണോ അസിസ്റ്റന്റ് സെക്രട്ടറി സിലബസ് ഇറക്കിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന് നിങ്ങൾക്കറിയാം, ക്ലർക്കും ഉടനെ കവറാവും അല്ലേ. ഇപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട്, അപ്പോൾ പ്രത്യേകിച്ച് അതിനോ ഇതിനോ പ്രത്യേകം റാങ്ക് ഫെയിലിൻ്റെ ആവശ്യമില്ല. കുറച്ച് വ്യത്യാസം മാത്രമേ സിലബസ് തമ്മിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെ സിലബസ് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ റാങ്ക് ഫെയിൽ വരുന്നത്. അടുത്തതിലും കൃത്യമായിട്ട് എല്ലാ മൊഡ്യൂൾസും, അതായത് ഇംഗ്ലീഷ് തൊട്ട് അവസാനം അക്കൗണ്ടിങ് വരെയുള്ള എല്ലാ മൊഡ്യൂൾസും രണ്ടാമത്തെ വോളിയത്തിലും കവർ ആവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങാൻ വേണ്ടി വേറെ ഓപ്ഷനൊന്നുമില്ല. സഹകാരിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി മാത്രമേ പറ്റത്തുള്ളൂ. ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ കയറുക, അവിടെ സഹകാരി പബ്ലിക്കേഷൻ എന്നുള്ള ഭാഗം എടുത്ത് നോക്കുക. അവിടെ CSEB സ്പെക്ട്രം കേട്ടോ, CSEB സ്പെക്ട്രം ഒരു വോളിയമായിട്ട് മാത്രം വാങ്ങാൻ പറ്റില്ല, 2 വോളിയം ഒരുമിച്ചാണ് കമ്പൈൻഡ് ആയിട്ട് വാങ്ങാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യുക. ഇപ്പോൾ വന്നിട്ടുള്ള കോപ്പീസ് നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി 11-ാം തീയതിക്ക് തുടങ്ങും. ഇനിയുള്ള ഓർഡേഴ്സിന് നമുക്ക് കുറച്ചും കൂടെ ഒരു ഡിലേ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു 13-14 എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ നിങ്ങളുടെ വിജയ വഴിയിൽ വളരെ വലിയൊരു വഴിത്തിരിവായിട്ട് മാറട്ടെ. സഹകാരി ഇതേവരെ 5 വർഷമായിട്ട് നിങ്ങളെ കൂടെയുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ നിലവിൽ CSEB ആണെന്നുണ്ടെങ്കിലും മറ്റ് ഇതര PSC പരീക്ഷകളാണെന്നുണ്ടെങ്കിലും ആയിരക്കണക്കിന് ആൾക്കാർ സഹകാരി വഴി ജോലി നേടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഉറപ്പായിട്ടും സഹകാരി കൂടെ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മുടെ ഒരു നാഴികക്കല്ലായിട്ട് ഈ പുസ്തകം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.